ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 19. അന്ന് സാബത്തിനുള്ള ഒരുക്ക ദിവസമായിരുന്നു. ആ സാബത്ത് വലിയ ഒരു ദിവസമായിരുന്നു. സാബത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കുവാനും അവരെ നീക്കം ചെയ്യുവാനും യഹൂദർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അതിനാൽ പടയാളികൾ വന്ന് അവനോടുകൂടി ക്രൂശിക്കപ്പെട്ട 2 പേരുടെയും കാലുകൾ തകർത്തു. അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞിരുന്നു എന്ന് കാണുകയാൽ അവന്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികളിൽ ഒരുവൻ അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവന്റെ സാക്ഷ്യം സത്യമാണ്. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്തിരിക്കുന്നു. അവന്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്ന് തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. മറ്റൊരു തിരുവെഴുത്ത് പറയുന്നു, തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ തിരുഹൃദയത്തെ ധ്യാനിക്കാം. ഇന്ന് ആഗോള തിരുസഭ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുഹൃദയത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ഈ വിശുദ്ധ ദിനത്തിന്റെ നന്മകളും പ്രാർത്ഥനകളും നേരുന്നു. എത്ര ധ്യാനിച്ചാലും പ്രാർത്ഥിച്ചാലും തീരാത്ത ക്രിസ്തുവിന്റെ ഹൃദയവും ആ ഹൃദയത്തിന്റെ ആഴവുമാണ് തിരുസഭ ഇന്ന് നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുക. കാൽമലയുടെ പെരുമാറിൽ ക്രിസ്തു പിടഞ്ഞ് മരണശേഷവും യേശുവിന്റെ വിലാപ് കുത്തി തുറക്കപ്പെട്ടു. ഉടനെ അവിടെ നിന്ന് രക്തവും ജലവും ഒഴുകി. തന്റെ ഹൃദയം കുത്തി തുറന്നവനെ സൗഖ്യപ്പെടുത്തുന്ന ക്രിസ്തുവിനെ നാം കാൽവരി ദർശിക്കുന്നുണ്ട്. യേശുവിന്റെ തിരുവിലാവ് കുത്തി തുറന്ന ലുങ്കിനൂസ് എന്ന് പറയുന്ന ഒരു കണ്ണ് മാത്രം ഉള്ള ഒരു മനുഷ്യൻ, അവന്റെ അന്ധത ക്രിസ്തുവിന്റെ തിരുരക്തം വീണപ്പോൾ സൗഖ്യപ്പെടുകയും അവൻ ക്രിസ്തുവിനെ അനുയാത്ര ചെയ്തുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. നോക്കൂ, അവനെ മുറിപ്പെടുത്തുന്നവർക്ക് പോലും സൗഖ്യം നൽകുന്ന കൃപയാണ് ക്രിസ്തുവിൻ്റെത്. ശിരസ് മുതൽ ഉള്ളം കാലുവരെ ഹൃദയമാണെന്ന് തോന്നിപ്പോകുന്നതായിരുന്നു ക്രിസ്തുവിന്റെ വാക്കും പ്രവൃത്തിയും ജീവിതവും. അത്രമാത്രം ഹൃദ്യമായിരുന്നു ക്രിസ്തുവിന്റെ ഇടപെടലുകൾ. ആർക്കും വേണ്ടാത്തവരെല്ലാം അവൻ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. ലോകം വെറുത്ത പാപിയെയും പാവപ്പെട്ടവനെയും ചുങ്കക്കാരനെയും തിരസ്കൃതനെയും കുഷ്ഠരോഗിയെയും അന്ധനെയും ക്രിസ്തുവിന് ആവശ്യമുണ്ടായിരുന്നു. യേശുവിന്റെ ഹൃദയം നാം കാണുന്നത് ബലഹീനത നിറഞ്ഞിൽക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലാണ്. പിടിക്കപ്പെട്ട പാപിനി ക്രിസ്തുവിന്റെ പാദാന്തത്തിൽ കൊണ്ടിടപ്പെട്ടപ്പോൾ എല്ലാവരും ഹൃദയം കഠിനമാക്കി അവൾക്കെതിരായി നിലകൊള്ളുമ്പോൾ കൊല ചെയ്യപ്പെടുവാൻ വേണ്ടി പോകുന്ന അവളുടെ നൊമ്പരവും സങ്കടവും തിരിച്ചറിഞ്ഞ ക്രിസ്തു ആ പെൺകുട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്നുണ്ട്. ക്രിസ്തുവിന്റെ ഹൃദയം അവളെ വീണ്ടെടുക്കുവാൻ വേണ്ടി ആർദ്രമായി. എല്ലാവരും പാപി എന്ന് വിളിച്ച ആ പെൺകുട്ടിയെ ക്രിസ്തു മകളെ എന്ന് വിളിച്ചു. സത്യത്തിൽ ഒരു വീണ്ടെടുപ്പായിരുന്നു. അവൾ പിന്നെ ഒരിക്കലും പാപ വഴിയിലൂടെ സഞ്ചരിക്കാതിരിക്കാൻ ആ സ്നേഹത്തിന്റെ ആർദ്രമായ സന്ദേശം മാത്രം മതിയായിരുന്നു. ഈ ഭൂമിയിൽ ആരെയും മുറിപ്പെടുത്തി നമുക്ക് വീണ്ടെടുക്കാനാകില്ല. എന്നാൽ നാം മുറിവേറ്റ് മറ്റുള്ളവരെ സുഖപ്പെടുത്തുമ്പോൾ ആ വീണ്ടെടുപ്പ് വലിയ അനുഗ്രഹവും കൃപയുമാകും. ക്രിസ്തു ചെയ്തത് അതാണ്. അവന്റെ മുറിവുകളാലാണ് നമുക്ക് സൗഖ്യം ലഭിച്ചത്. ക്രിസ്തുവേറ്റ ഓരോ മുറിവും പ്രപഞ്ചത്തിന് രക്ഷയ്ക്ക് കാരണമായി. നീ ഇന്നോളം മുറിപ്പെട്ടിട്ടില്ല എങ്കിൽ നീ ഓർക്കുക, നീ ഇന്നോളം ആരാലും സ്നേഹിക്കപ്പെട്ടിട്ടില്ല, നീ ആരെയും സ്നേഹിച്ചിട്ടുമില്ല. സ്നേഹം പലപ്പോഴും പലതും നഷ്ടപ്പെടുത്തുവാൻ പ്രേരിപ്പിക്കുന്നതാണ്.
നമ്മുടെ ഉറക്കം നഷ്ടപ്പെട്ടേക്കാം, നമ്മുടെ അത്താഴങ്ങൾ നഷ്ടപ്പെട്ടു പോയേക്കാം, നമ്മുടെ സൽക്കാരങ്ങളും നമ്മുടെ സന്തോഷ അനുഭവങ്ങളും നിമിഷങ്ങളും നഷ്ടപ്പെട്ടു പോയേക്കാം. ചില നഷ്ടപ്പെടുത്തലുകൾ അത് സ്നേഹത്തിൻ്റെ സൂചനയാണ്. ക്രിസ്തു നഷ്ടപ്പെടുത്തിയത് നമുക്കെല്ലാവർക്കും അനുഗ്രഹമായി മാറി. അവൻ്റെ മുറിവുകളിൽ നമുക്ക് സൗഖ്യം ലഭിച്ചത് ക്രിസ്തു നമ്മെ അത്രമാത്രം സ്നേഹിച്ചുകൊണ്ട് ആ മുറിവ് ഏറ്റെടുത്തത് കൊണ്ടാണ്. കാൽവരി മലയുടെ പെരുമാറിൽ നാം കാണുന്ന സ്നേഹത്തിന്റെ പൂർണ്ണത ഭൂമി അത്ഭുതപ്പെടുത്തുന്ന ആത്മീയ കൃപയാണ്. ക്രിസ്തുവിന്റെ ഹൃദയം കുത്തി തുറക്കപ്പെടുമ്പോൾ അവിടെ നിന്ന് ഒഴുകുന്ന ചോരയും നീരും മനുഷ്യരാശിയുടെ മുഴുവന്റെയും സ്നേഹത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. അവസാന തുള്ളി രക്തം പോലും നമുക്കായി ചിന്തിക്കൊണ്ട് അവിടുന്ന് നമ്മെ അത്രമാത്രം സ്നേഹിച്ചു. ഈ സ്നേഹത്തിന്റെ പൂർണ്ണത വലിയൊരു സാക്ഷ്യമായി നാം കാണുന്നത് ഇന്ന് ഭൂമിയിൽ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി തൻ്റെ ജീവിതത്തിന്റെ സന്തോഷങ്ങളെ, സുഖങ്ങളെ, സൗഭാഗ്യങ്ങളെ വെടിഞ്ഞ് ജീവിക്കുവാൻ ലക്ഷോപലക്ഷം മനുഷ്യർ സന്നദ്ധരാകുന്നു എന്നതാണ്. കാരണം സ്നേഹത്തിന് എത്ര വില കൊടുത്താലും മതി വരില്ല. കാരണം അത് അത്രമാത്രം ആഴമുള്ളതാണ്. ക്രിസ്തുവിന് നമ്മോടുള്ള സ്നേഹം അത്രമാത്രം തീഷ്ണതയുള്ളതായിരുന്നു, അനുകമ്പാർദ്രമായിരുന്നു. വീണ്ടെടുപ്പിന്റെയും രക്ഷയുടെയും സ്നേഹബലമാണ് ക്രിസ്തു ഭൂമിക്ക് സമ്മാനിച്ചത്. തിരുഹൃദയത്തെ നാം എത്ര ധ്യാനിച്ചാലും തീരില്ല. എല്ലാവരും ഉള്ളിൽ സ്നേഹം പൊതിഞ്ഞു പിടിക്കുമ്പോൾ ക്രിസ്തു മാത്രം ഹൃദയം പുറത്തെടുത്ത് അഥവാ ഹൃദയം തുറന്ന് നമ്മെ സ്നേഹിക്കുന്നു. നമ്മൾ ഇങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്ന് നമ്മെ പഠിപ്പിക്കുന്ന പാഠം കൂടിയാണ് തിരുഹൃദയം. അതെ, നമുക്ക് കുറച്ചുകൂടി സ്നേഹിക്കാം. കാരണം നമ്മുടെ രക്ഷകൻ നാഥനുമായ ക്രിസ്തു നമ്മെ അത്രമാത്രം സ്നേഹിക്കുകയും ആ സ്നേഹത്തിന്റെ അവസാനം നമുക്ക് ജീവൻ നൽകി വീണ്ടെടുത്ത് തരികയും ചെയ്തു. നമ്മുടെ ജീവിതം ക്രിസ്തു സ്നേഹത്താൽ പ്രേരിതമെങ്കിൽ ക്രിസ്തുവിനെ പ്രതി ഉണ്ടാകുന്ന സഹനങ്ങളെ, നൊമ്പരങ്ങളെ, മുറിവുകളെ ഉൾക്കൊള്ളുവാൻ നമ്മൾ യോഗ്യരായി തീരുകയും ആ സങ്കടങ്ങൾക്കുള്ളിൽ പോലും അനേകർക്ക് സൗഖ്യത്തിന്റെ സാന്ത്വനമാകാൻ കഴിയുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നത് പോലെ നാം സ്നേഹിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ ക്രിസ്തുവിന്റെ തിരുഹൃദയത്തിൽ നമുക്കിടം ലഭിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, തിരുഹൃദയ തിരുനാൾ നമ്മുടെ ഹൃദയത്തെ ആർദ്രമാക്കട്ടെ. കുറച്ചുകൂടി കരുണയോടെ സ്നേഹിക്കാൻ, കുറച്ചുകൂടി നന്മ നിറഞ്ഞ മനസ്സോടെ അവരനെ തൊടാൻ, കുറച്ചുകൂടി ലാളിത്യത്തോടുകൂടി ഈ പുണ്യഭൂമിയിൽ ജീവിക്കാൻ, കുറച്ചുകൂടി എളിമയിൽ വർദ്ധിക്കാൻ, കുറച്ചുകൂടി നന്മ ചെയ്തുകൊണ്ട് കടന്നു പോകാൻ ഈ തിരുനാൾ നമ്മെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കാരണം ക്രിസ്തുവിന്റെ വഴി ഹൃദയത്തിന്റെ വഴിയായിരുന്നു, സ്നേഹത്തിന്റെ വഴിയായിരുന്നു. ക്രിസ്തുവിനെ പ്രതി എല്ലാവരെയും സ്നേഹിക്കുവാൻ വേണ്ട ആത്മീയ പ്രചോദനം നൽകണമേ എന്ന് ഈ ദിനം നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ